നമസ്കാരം. വീണ്ടും ചൈനീസ് വീഡിയോയിലേക്ക് സ്വാഗതം. ചൈനയിലെ രണ്ടാമത്തെ ദിവസമാണ്. ചൈനയിലെ ലിവാൻ എന്ന നഗരത്തിലാണ് നമ്മൾ രാത്രി താമസിച്ചത്. പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ യാത്ര തുടങ്ങിയാണ്. ആദ്യമേ നമ്മൾ പോകുന്നത് ബുള്ളറ്റ് ട്രെയിനുള്ള ടിക്കറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സൈക്കോൺ എന്ന നഗരത്തിലാണ് നമ്മൾ പോകുന്നത്. അവിടെ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കാനായിട്ട് പൗരന്മാർക്ക് ID കാർഡ് വേണം. അതല്ലാത്തവർക്ക് പാസ്പോർട്ട് അല്ലെങ്കിൽ വിസ നിർബന്ധമാണ്. അവിടെ നമ്മൾ നേരെ സൈക്കോൺ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി. ഈ കാണുന്ന വെൻഡിങ് മെഷീനിൽ നമ്മളുടെ സ്ഥലം ചൂസ് ചെയ്ത് കോയിൻസ് എടുത്തതിന് ശേഷം നേരെ മെട്രോ സ്റ്റേഷൻ്റെ താഴോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് നമ്മുടെ മെട്രോ ട്രെയിൻ കാത്തിരിക്കുന്നത്. ഇതാണ് മെട്രോ സ്റ്റേഷൻ്റെ ടെർമിനൽ. വളരെ അച്ചടക്കത്തോടെയാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ ട്രെയിനായിട്ട് കാത്തിരിക്കുന്നത്. അവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന ലൈനിൽ തന്നെയാണ് ആൾക്കാർ ഓരോരുത്തർ നിൽക്കുന്നത്. അത് കാണുന്ന നീല ലൈനിലാണ് ആൾക്കാർ നിൽക്കുക. ചുവപ്പ് ലൈനിൽ ആരും നിൽക്കാറില്ല. ചുവപ്പ് ലൈനിൽ ട്രെയിൻ ഇറങ്ങാനുള്ളവർക്കാണ് ചുവപ്പ് ലൈൻ. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയപ്പോൾ കാണുന്ന കാഴ്ചയാണിത്. നല്ല മഴയായിരുന്നു, കാറ്റായിരുന്നു. ഏതാണ്ട് ഉച്ച സമയമായിരുന്നു. മൊത്തം എല്ലായിടത്തും ഈ കാറ്റിലും മഴയിലും പെട്ട് കംപ്ലീറ്റ് സൈൻ ബോർഡും അതേപോലെ തന്നെ സ്കൂട്ടറും മറ്റ് സംഭവങ്ങളൊക്കെ റോഡിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീണ് കിടക്കുകയായിരുന്നു. നമ്മൾ പോകുമ്പോഴേക്കും ഏതാണ്ട് കാറ്റ് നല്ല കുറവുണ്ടായിരുന്നു. ഇതാണ് നമ്മളുടെ ആദ്യത്തെ സ്റ്റോപ്പ്. നമ്മൾ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നൊരു ഷോപ്പാണിത് ചൈനയിൽ. നല്ല മഴയത്ത് കയറിയതുകൊണ്ട് തന്നെ അവർ ഫസ്റ്റ് തന്നെ വെൽക്കം ചെയ്തത് ഒരു ചായ, ഗ്രീൻ ടീ വെച്ച് തന്നിട്ടാണ്. അത് ചൂടോടെ ഗ്രീൻ ടീ സെർവ് ചെയ്തിട്ടാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. ഇക്കാണുന്ന ഈ ഒരു സെറ്റപ്പ് ചൈനയിലെ എല്ലാ വീട്ടിലും, എല്ലാ ഷോപ്പിലും, എല്ലാ ബിസിനസ് ഓഫീസിലും കാര്യങ്ങളും എവിടെ പോയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു സെറ്റപ്പാണ് ഗ്രീൻ ടീ ടേബിൾ. നമ്മളൊക്കെ ചായ പ്രിപ്പയർ ചെയ്യും പോലെയല്ല, അവർക്ക് ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമാണ് അവർ അത് സെർവ് ചെയ്യുന്നത്. ആ ഒരു പെർഫെക്ഷൻ അവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ സ്റ്റേജും അവർ ക്ഷമയോടെയാണ് അവർ സമയം എടുത്തിട്ടാണ് അവരത് ചെയ്യുന്നത്. കണ്ടിരിക്കാൻ തന്നെ ഒരു രസമാണ്. ചായയോടൊപ്പം അവർ ചെറിയ മധുരം ഉണ്ടാവും. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് സിഗരറ്റ്. ചൈനക്കാർ എവിടെ പോയാലും അവരെ കയ്യിൽ സിഗരറ്റ് കാണും. നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ബോക്സിലാണെങ്കിൽ അവിടെ ടിന്നിലൊക്കെയാണത് അവൈലബിൾ. പലപ്പോഴും ഒരു ടിന്നിൽ തന്നെ 25, 30, 50 പീസൊക്കെയാണ്. അവർ ഗിഫ്റ്റ് ചെയ്യുന്നതും ഇതേപോലെ സിഗരറ്റും കാര്യങ്ങളൊക്കെയാണ്. It's a part of their tradition. എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴേക്കും നമ്മളുടെ പഴയ അവസ്ഥയൊക്കെ മാറി. മഴ ഏതാണ്ടൊക്കെ പൂർണ്ണമായും അവസാനിച്ചു. തെരുവെല്ലാം ക്ലീനായി.
അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് പോലും നമുക്ക് തോന്നില്ല. ഏതാണ്ട് വൈകുന്നേരമൊക്കെ ആയി. രാവിലത്തെ യാത്രയും കാര്യങ്ങളും അതിൻ്റെ ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഒരു തുർക്കിഷ് റെസ്റ്റോറൻറ്റിൽ കയറി. നല്ല തുർക്കിഷ് ഫുഡൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. തുർക്കിഷ് റെസ്റ്റോറൻ്റ് ആണെങ്കിലും അതിൽ ഒരു ഷെഫ് മാത്രമായിരിക്കും തുർക്കിക്കാരനുണ്ടാവുക, അതേപോലെ ഓണറും. ബാക്കി എല്ലാവരും സെർവിങ്ങും അതേപോലെ ഈവൻ കിച്ചൺ സ്റ്റാഫ് അടക്കം ചൈനക്കാരായിരിക്കും. എന്നാലും ഭക്ഷണമൊക്കെ വളരെ മികച്ച ഫുഡായിരുന്നു. റേറ്റും വളരെ നോർമൽ റേറ്റ് ആയിരുന്നു. പിന്നെ അവിടെ ചെറിയൊരു പൂൾ ടേബിൾ ഉണ്ടായിരുന്നു. ആ പൂൾ ടേബിൾ ലൊക്കേറ്റ് ചെയ്തത് വേറൊരു ഡിസ്പ്ലേൻ്റെ ഭാഗത്താണ്. അവിടെ ലോകത്തുനിന്ന് പല ഭാഗത്തുനിന്നും ഈ പർച്ചേസിങ്ങിനും മറ്റൊക്കെ ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെയും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു പൂൾ ടേബിൾ ഉണ്ടായിരുന്നത്. വലിയ ഐഡിയ ഇല്ലെങ്കിലും ഞങ്ങൾ രണ്ടുപേരും എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. അവിടുന്ന് ആ റെസ്റ്റോറൻറ്റിലെ ഒരു സ്റ്റാഫാണ് നമുക്ക് ഇത് എങ്ങനെ ചെയ്യണമെന്നും എങ്ങനെ പിടിക്കണമെന്നും ഒക്കെ പറഞ്ഞു തന്നത്. ദിവസം ഏതാണ്ട് അവസാനിക്കാറായി. അവിടുന്ന് പുറത്തിറങ്ങി നമ്മൾ നേരെ ഒരു ഹോട്ടലിൽ മുറിയെടുക്കുകയായിരുന്നു ചെയ്തത്. അത്യാവശ്യം ചെറിയ റേറ്റിൽ തന്നെയാണ് നമുക്ക് റൂം കിട്ടിയത്. നല്ല കംഫർട്ടബിളായ റൂമായിരുന്നു. നല്ല ക്ഷീണം കാരണം തന്നെ റൂമിൽ കയറിയ പാടെ തന്നെ ഉറങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ റൂമിലെ വിഷ്വൽസും കാര്യങ്ങളൊന്നും അധികം ഈ വീഡിയോയിൽ ഉണ്ടാവില്ല. പിറ്റേന്ന് രാവിലെ തന്നെ നമ്മളുടെ യാത്ര തുടർന്നു. ഇതെല്ലാം നമ്മൾ താമസിച്ച ആ ഒരു ഹോട്ടൽ കോംപ്ലക്സിൻ്റെ എസ്കേപ്പും കാര്യങ്ങളൊക്കെയാണ്. അവിടെ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടിരുന്നത് ബാംബു ചെടികളാണ്. പിന്നെ ചൈനക്കാർക്ക് ദൈവത്തിൽ വിശ്വാസമില്ലെങ്കിലും അവർക്ക് ചില ശക്തികളിൽ വിശ്വാസമുണ്ട്. അതിലൊന്നാണിത്. മിക്കവാറും എല്ലായിടത്തും ഞാൻ കണ്ടൊരു സംഭവമാണ്. പിന്നെ ഇവിടെയൊക്കെ ലോകത്ത് പല ഭാഗത്തുനിന്ന് ആൾക്കാർ വരുന്നതുകൊണ്ട് തന്നെ പലർക്കും ചൈനീസ് ഫുഡ് അധികം പിടിക്കണമെന്നില്ല. പിന്നെ കോംപ്ലിമെൻ്ററി ആയിട്ട് ലോകത്തിൽ എവിടെ പോയാലും നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. ഇവിടെ കൂപ്പണാണ് നമുക്ക് കിട്ടുക. അത് തൊട്ടടുത്ത മെക്ഡൊണാൾഡ്സിൽ പോയിട്ട് നമുക്ക് റിഡീം ചെയ്യാം. മെക്ഡൊണാൾഡ്സിലെ ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ് നമുക്ക് ഇന്ന്. അവിടുന്ന് ഇറങ്ങി നമ്മൾ ഒരു ഫാക്ടറിയിലേക്കാണ് പോയത്. ഒന്നിലധികം ഫാക്ടറീസാണ് പോയത്. പക്ഷെ എല്ലാം കൂടിയിട്ട് ഒന്നിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുക. ചൈനയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഓരോ തെരുവിലും ഓരോ യൂണിറ്റ് കാണാം. ചെറുതും വലുതുമായ ഓരോ യൂണിറ്റുകൾ. ഓരോരുത്തരും ഉണ്ടാക്കുന്ന കമ്പോണൻസും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു യൂണിറ്റിൽ അസംബ്ലിങ് മാത്രമാണ്. പക്ഷേ ഇതിൻ്റെ കമ്പോണൻസ് വരുന്നത് എല്ലാം പല പല ഏരിയയിൽ നിന്നാണ്. ചൈനയുടെ പല ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. ചിപ്പ് വരുന്നത് ചിലപ്പം സാധാരണ ഒരു കുടിൽ നിന്നായിരിക്കും. അതേപോലെ അതിൻ്റെ കവർ വരുന്നത് മറ്റൊരു സ്ഥലത്തു നിന്നായിരിക്കും. പാക്കേജ് വരുന്നത് അതേപോലെ വേറൊരു സ്ഥലത്തു നിന്ന്. ശരിക്കും പറഞ്ഞാൽ ചൈനയിൽ ഇത്രയും അൺഎംപ്ലോയ്മെൻറ്റ് കുറയാനുള്ളൊരു കാരണം കൂടിയാണിത്. അതായത് എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഉറപ്പാണ്. അതായത് നല്ലൊരു ശതമാനം പോപ്പുലേഷനും വളരെ സ്കിൽഡായ ലേബേഴ്സാണ് ചൈനയിൽ മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. ചൈനക്കാരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അവരെന്ത് വർക്ക് ചെയ്താലും അതിലൊരു പ്രൊഫഷണൽ ടച്ച് ഉണ്ടാവും. കറക്റ്റ് ടൈമിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യും, അതേപോലെ കറക്റ്റ് ടൈമിൽ അവർ വർക്ക് എൻഡും ചെയ്യും.
ഈ വർക്കിനിടയിൽ അവർ മറ്റൊരു കാര്യവും നോക്കില്ല. അതിൽ അവിടെ എന്ത് സംഭവിച്ചാലും അവർക്കത് വിഷയമില്ല. അവർ കംപ്ലീറ്റ് ഫോക്കസ് ചെയ്യുന്ന അവരെ വർക്കിൽ മാത്രമായിരിക്കും. അതേപോലെ തന്നെ ബ്രേക്ക് ടൈം കറക്റ്റ് അവർ ബ്രേക്ക് ടൈമിൽ ബ്രേക്ക് എടുക്കുകയും ചെയ്യും. ഈ ബ്രേക്ക് ടൈമിൽ കഴിക്കുന്ന ഭക്ഷണം അടക്കം അവരെ ജോലിയെ ബാധിക്കില്ല എന്ന് ഉറപ്പുള്ള ഭക്ഷണം മാത്രമേ അവർ കഴിക്കാറുള്ളൂ. M.A. യൂസഫ് അലി ഒരു ചൈനീസ് മന്ത്രിയായി നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ കഴിഞ്ഞ 25 വർഷം നമ്മളൊന്നും അറിഞ്ഞില്ല. നിങ്ങൾ ഈ അടുത്ത കാലത്താണ് ലോകത്തിൽ ഇത്രയധികം ന്യൂസിലും മറ്റൊക്കെ ഇത്രയധികം മുന്നോട്ട് വന്നത്. പല കാര്യങ്ങളിലും മുന്നോട്ട് വന്ന് കുറേ കാലം നിങ്ങൾ സൈലൻ്റ് ആയി, നിങ്ങളെക്കുറിച്ചൊന്നും അറിഞ്ഞിരുന്നില്ല. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞത്, കഴിഞ്ഞ 25-30 വർഷം ഞങ്ങൾ വളരെ സൈലൻ്റായിട്ട് ഞങ്ങളുടെ ജോലി ചെയ്യായിരുന്നു. നമ്മൾ ഓരോ ഗ്രാമത്തിലും നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തു. അവിടത്തേക്കുള്ള റോഡ്, അതുപോലെ വെള്ളം, ഇലക്ട്രിസിറ്റി, അതുപോലുള്ള എല്ലാ ബേസിക് റിക്വയർമെൻറ്റ്സും നമ്മൾ ചൈനയിൽ ഓരോ ഗ്രാമത്തിനും എത്തുന്നുണ്ട് എന്ന് നമ്മൾ നേരിട്ട് തന്നെ നമ്മൾ ഉറപ്പുവരുത്തി. അതിന് ശേഷമാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന നിലയിലേക്ക് എത്തുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചൈനയിൽ പോയി കഴിഞ്ഞാൽ നമുക്കത് ശരിക്കും കാണാൻ സാധിക്കുന്നതാണ്. ഓരോ തെരുവിലും നമുക്ക് ഈ ഒരു ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. ലോകത്തിലെ തന്നെ മികച്ച ഇൻഫ്രാസ്ട്രക്ചറുള്ള രാജ്യങ്ങളിൽ ഒന്നായി മാറാനും ഇത് ഒരു കാരണമായി. പിന്നെ ഇത് ഇവിടുത്തെ ഒരു സ്റ്റീൽ മെൽറ്റിംഗ് യൂണിറ്റാണ്. സ്റ്റീൽ മെൽറ്റ് ചെയ്തിട്ട് അത് മോൾഡ് ചെയ്യുന്ന ഒരു വർക്കാണ് ഇവിടെ ചെയ്യുക. വലിയ വലിയ സ്റ്റീൽ ബാറുകൾ കൊണ്ടുവന്നിട്ട് അത് മെൽറ്റ് ചെയ്തെടുത്ത് അത് പിന്നീട് ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കുന്നതൊക്കെയാണ്. അത് അവരാവശ്യമുള്ള ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക എന്നതാണ് ഈ ഒരു യൂണിറ്റിൻ്റെ ജോലി. ചൈനക്കാരുടെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഓവർ ടൈം വർക്ക് എടുക്കില്ല. വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ അവർ എടുക്കൂ. അതും സാധാരണ കിട്ടുന്ന പേയ്മെൻറ്റിനേക്കാൾ കൂടുതലായിരിക്കും ആ ഒരു പേയ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഫെസിലിറ്റി ഉണ്ടല്ലോ, ഇത് അസംബ്ലിംഗ് യൂണിറ്റാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇവിടെ അതേപോലെ തന്നെ ടെസ്റ്റിങ്ങും ക്വാളിറ്റി ചെക്കും അതേപോലെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇവിടുന്നാണ്. ഇതുപോലുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ചൈനയിൽ ഒരുപാട് സ്ഥലത്തുണ്ട്. ഈ ഒരു മാർക്കറ്റ് എന്നത് ഇലക്ട്രിക്കൽസിൻ്റെ മാർക്കറ്റാണ്. ഈ ഇലക്ട്രിക്കൽസ് തന്നെ ഇവിടെ മെയിനായിട്ട് വരുന്നത് അസംബ്ലിംഗ് ആണ് പ്രധാനമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കംപ്ലീറ്റ് വരുന്നത് ലോകത്ത് പല ഭാഗത്തു നിന്ന് വരുന്നത് ഇവിടെയാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന പല പ്രൊഡക്റ്റുകളും പല ബ്രാൻഡുകളും ഇവിടുന്നാണ് അവരുണ്ടാക്കുന്നത്, അസംബിൾ ചെയ്യുന്നത്. പല ടൈപ്പ് ക്വാളിറ്റി മെഷേഴ്സും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ചൈനക്കാർ ആക്ച്വലി ഇത്രയും ഡെവലപ്പ് ചെയ്യാൻ ഒരു കാരണം അവർ ചെറുപ്പം മുതൽ അവർ സ്കിൽഡ് പ്രൊഫഷണൽസ് ആക്കിയെടുക്കാനാണ്
ഗവൺമെൻറ് അവരെ എന്താ പറയുക ട്രെയിൻ ചെയ്തെടുക്കുന്നത്. അത് അവരുടെ പിന്നീടുള്ള ആ ഒരു കരിയറിലും നമുക്ക് കാണാൻ സാധിക്കും. മൈക്രോ അതേപോലെ ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ഒക്കെ ഇവർ ഗവൺമെൻറ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് മൈക്രോ ഇൻഡസ്ട്രിക്കാണ്. അതുകൊണ്ട് തന്നെയാണ് പുതിയ പുതിയ ബിസിനസ്സുകാർ പുതിയ ചെറിയ കുടിൽ വ്യവസായം കാര്യങ്ങളൊക്കെ ചൈനയിൽ ഓരോ ദിവസവും തുറക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഒരു ചായ സൽക്കാരുണ്ട്. ഇപ്രാവശ്യവും നമുക്ക് സ്പെഷ്യലായിട്ടൊരു ചൈനീസ് ഹൽവ എന്നൊക്കെ നമുക്ക് വേണം പറയാം, അതുപോലത്തെ ഒരു സ്വീറ്റാണ് കിട്ടിയത്. ആദ്യം നമ്മൾ വായിലിടുമ്പം ഗോതമ്പ് പൊടി വായിലിട്ട ഒരു ഫീലാണ് കിട്ടും. പിന്നെ അത് ചവക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പിന്നെ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ എന്താ പറയുക ശരിക്കുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുക. സെർവ് ചെയ്യുന്ന ആ ഒരു കപ്പ് അതവരും നേരത്തെ കഴുകിയിട്ട് കൊണ്ടുവെക്കും. എങ്കിലും അവർ അത് നമുക്ക് തരും മുന്നേ ഒന്നുകൂടെ ഈ ഒരു ചായ ഉണ്ടാക്കാൻ യൂസ് ചെയ്ത ആ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ കഴുകും. അതിന് ശേഷം മാത്രമാണ് അവർ നമുക്ക് സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കപ്പ് പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു സ്മെല്ലും കാര്യമൊക്കെ ഉണ്ടാവും. ഒരു ഗ്രീൻ ടീൻ്റെ ആ ഒരു ഫ്രഷ്നെസ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും.